ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് അര ഗ്ലാസ് ഉഴുന്ന് ഉപയോഗിച്ച് 5 ലിറ്ററിന് മുകളിൽ ദോശമാവ് എങ്ങനെ അരച്ചെടുക്കാമെന്നുള്ളതാണ്. സാധാരണ നമ്മൾ 3 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് ഉഴുന്ന് ചേർത്ത് അരച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയാലും ദോശ ആയാലും തയ്യാറാക്കാൻ പറ്റും ഇല്ലേ? പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോയിൽ 3 കിടിലൻ ടിപ്പുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾ ദോശമാവ് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് ഉഴുന്ന് ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായാലും ഇഡ്ഡലി ആയാലും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നമ്മുടെ ദോശമാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് പച്ചരി എടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് പച്ചരി എടുത്ത അതേ ഗ്ലാസ്സിന് അര ഗ്ലാസ് ഉഴുന്നാണ് വേണ്ടത്. ആ ഒരു അര ഗ്ലാസ് ഉഴുന്ന് കൂടെ നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ പച്ചരി അളന്നെടുത്ത അതേ ഗ്ലാസ്സിന് അര ഗ്ലാസ് ഉഴുന്ന് കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉഴുന്നെടുക്കുമ്പം നല്ല ക്വാളിറ്റിയുള്ള ഉഴുന്ന് നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം നമ്മൾ അര ഗ്ലാസ് മാത്രമേ ഉഴുന്ന് ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഉഴുന്ന് എടുക്കരുത്. മുഴുവനെയുള്ള ഉഴുന്ന് തന്നെ നമ്മൾ ഈ രീതിയിൽ അരയ്ക്കുമ്പോൾ എടുക്കണം. ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് കുതിരാനായിട്ട് വെക്കണം. അതിനു മുമ്പ് ഞാൻ ഈ ഒരു ഉഴുന്നിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണോളം ഉലുവ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇത് നല്ല പോലെ 1-2 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്ക് നല്ല നേക്ക വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കണം. ഇപ്പം ഞാൻ നമ്മുടെ ഉഴുന്നും പച്ചരിയും നല്ലപോലെ കഴുകി കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു 5 മണിക്കൂർ നേരമാണ് ഞാൻ കുതിരാനായിട്ട് വെക്കുന്നത്. അത് ഞാൻ ഫ്രിഡ്ജിനുള്ളിലാണ് നമ്മുടെ പച്ചരിയും ഉഴുന്നും കുതിരാനായിട്ട് വെക്കുന്നത്. ഫ്രിഡ്ജിനുള്ളിൽ വെക്കുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് കേട്ടോ. ഇതുപോലെ നമ്മൾ പച്ചരിയും ഉഴുന്നും നല്ലതുപോലെ വെള്ളം ഒഴിച്ച് 5 മണിക്കൂർ നേരം ഫ്രിഡ്ജിനുള്ളിൽ വെച്ച് കുതിർത്തെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്ന ടൈമിൽ മിക്സി ചൂടാകുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാവ് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഒപ്പം പുളിച്ചു പോവുകയുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൈൻഡറിൽ വെച്ച് എങ്ങനെയാണോ പച്ചരിയും ഉഴുന്നും അരച്ചെടുക്കുന്നത് ആ ഒരു ടെസ്റ്ററിൽ തന്നെ നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിനുള്ളിൽ വെച്ച് കുതിർത്തതിന് ശേഷം അരച്ചെടുക്കുകയാണെങ്കിൽ മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ 5 മിനിറ്റോളം വെച്ചിട്ട് നമ്മുടെ പച്ചരിയും ഉഴുന്നും കുതിർത്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പം തന്നെ അറിയാം ഉഴുന്നൊക്കെ നല്ലതുപോലെ കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ഉഴുന്ന് കുതിർത്തെടുത്ത ആ വെള്ളത്തിൽ തന്നെയാണ് ഉഴുന്നും പച്ചരിയും അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉഴുന്ന് കുതിർക്കുന്ന ടൈമിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ആദ്യം ഉഴുന്നൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ഫ്രിഡ്ജിനുള്ളിൽ വെച്ച് കുതിർത്തതിന് ശേഷം അരച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് മാവ് കുറച്ച് കൂടുതലായിട്ടും കിട്ടും നല്ലതുപോലെ അരയുന്നത് കൊണ്ട്. ഇപ്പം ഞാൻ ഉഴുന്ന് അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഉഴുന്നിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ അര ഗ്ലാസ് ഉഴുന്ന് മാത്രമാണ് 3 ഗ്ലാസ് പച്ചരിക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്ലഫി ആയിട്ട് നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ്. നല്ലെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ 1 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ കൂടി ചേർത്ത് അരയ്ക്കുമ്പം നമ്മുടെ ഉഴുന്ന് കുറച്ചും കൂടെ ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ദോശയായാലും ഇഡ്ഡലി ആയാലും തയ്യാറാക്കുന്ന ടൈമിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. ഉഴുന്ന് അരയ്ക്കുന്ന ടൈമിൽ 1 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ കൂടി ചേർത്ത് അരച്ചെടുക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ നല്ലെണ്ണ കൂടെ ചേർത്ത് ഉഴുന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉഴുന്ന് നല്ലതുപോലെ ഫ്ലഫി ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഉഴുന്ന് അരച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ആ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഉഴുന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഒരു ഉഴുന്ന് ഉപയോഗിച്ചിട്ട് നമ്മൾ ദോശയോ ഇഡ്ഡലിയോ ഒക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഗ്രൈൻഡറിൽ അരച്ചാലും ഉഴുന്ന് കിട്ടുന്നത്. നമുക്ക് ഗ്രൈൻഡർ ഇല്ലാതെ മിക്സിയിൽ തന്നെ ഈ ഒരു രീതിയിലാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബാക്കി വന്ന ഉഴുന്ന് കുതിർത്ത വെള്ളം ഉപയോഗിച്ചിട്ട് പച്ചരി കൂടി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനൊരു 2-3 ബാച്ചായിട്ടാണ് പച്ചരി അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഉഴുന്ന് കുതിർത്ത വെള്ളമില്ലെങ്കിലും കുഴപ്പമില്ല. തണുത്ത വെള്ളമോ അതല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബോ ഉപയോഗിച്ചിട്ട് പച്ചരി അരച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഇതുപോലൊന്ന് അരച്ചെടുക്കണം.
ഇതേ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുന്നത് ഫ്രിഡ്ജിൽ വെച്ച് കുതിർത്തെടുക്കുന്നത് കൊണ്ടാണ്. രണ്ടാമത്തെ ബാച്ച് പച്ചരി അരയ്ക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു അര ഗ്ലാസോളം ചോറ് കൂടി ചേർത്ത് അരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചോറ് കൂടി ചേർത്തിട്ട് ഈ ഒരു അരി കൂടി ഒന്ന് അരച്ചെടുക്കാം. ചോറിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ അവിൽ ചേർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സാബൂദാന ചേർക്കാം, അതുമല്ലെങ്കിൽ നമുക്ക് പൊരി ചേർക്കാം. ഇതിലേതെങ്കിലും ഒന്ന് അര ഗ്ലാസ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ മൊത്തമാവും ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അരച്ചെടുത്ത ഈ മാവ് കൈ ഉപയോഗിച്ചിട്ടല്ല മിക്സ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ്. ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്നത് ചപ്പാത്തിക്കോലാണ്. ചപ്പാത്തിക്കോൽ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ മാവ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഈ ഒരു രീതിയിൽ ഞാൻ ചപ്പാത്തിക്കോൽ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചപ്പാത്തിക്കോൽ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുമ്പം നമ്മുടെ മാവിനുള്ളിലേക്ക് നല്ലതുപോലെ എയർ ബബിൾസുകളൊക്കെ കയറിയിട്ട് മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഇതുപോലെ നമ്മൾ മാവ് അരച്ച് വെച്ചിരിക്കുന്ന പാത്രം കറക്കി എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒരു 5 മിനിറ്റ് നേരം ചപ്പാത്തിക്കോൽ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വരികയുള്ളൂ. അങ്ങനെ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓവർനൈറ്റ് ഫെർമെൻറ്റേഷനായിട്ട് വെക്കണം. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഈ എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ അരഭാഗം മാത്രമാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവുള്ളത്. ഇനി നമ്മൾ ഓവർനൈറ്റ് കഴിഞ്ഞ് രാവിലെ നോക്കുമ്പം ഈ ഒരു പാത്രം നിറച്ചും തന്നെ നമ്മുടെ മാവ് പൊങ്ങിയിരിക്കും. ഏകദേശം ഒരു 5 ലിറ്ററിന് മുകളിൽ വരെ നമ്മുടെ മാവ് എത്തിയിട്ടുണ്ടാവും. ഇപ്പം ഞാൻ രാവിലെ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതാണ്. നമ്മുടെ മാവ് നിറഞ്ഞ് ആ പാത്രം മൊത്തം ആയിട്ടുണ്ട്. ഏകദേശം ഒരു 5 ലിറ്ററിന് മുകളിൽ നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള നല്ല എയർ ബബിൾസ് ഒക്കെ കയറിയിട്ടുള്ള നല്ല ദോശമാവാണ്. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇഡ്ഡലി ആയാലും ദോശ ആയാലും തയ്യാറാക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിരിക്കും. ഈ ഒരു മാവ് കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാം നല്ല സോപ്പ് പോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ദോശയും ഇഡ്ഡലിയും അതുപോലെ തന്നെ പേപ്പർ ദോശയും ഒക്കെ ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്കാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. ബാക്കി മാവ് ഇതുപോലെ തന്നെ അടച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പം ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കുകയാണ്. ഇഡ്ഡലി ഒന്ന് വെന്ത് വരുന്ന ടൈം കൊണ്ട് ഞാനൊരു ദോശ കൂടി ഒന്ന് ചുട്ട് കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. നമുക്ക് കല്ല് ദോശയും അല്ലെങ്കിൽ തട്ടുകട ദോശയൊക്കെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഇതേ നോക്കിയേ എത്രത്തോളം ബബിൾസാണ് നമ്മുടെ ദോശയ്ക്കുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ നമ്മുടെ ദോശ എത്ര സോഫ്റ്റ് ആണെന്ന്. ഇനി നമുക്ക് പേപ്പർ ദോശ കൂടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ അര ഗ്ലാസ് ഉഴുന്ന് ഉപയോഗിച്ചിട്ട് ഈ 5 ലിറ്ററിലേറെ മാവ് തയ്യാറാക്കിയ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. അതുമാത്രം പോരാ, ഞാനിടുന്ന വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പം കണ്ടുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ പേപ്പർ ദോശയും അതുപോലെ തന്നെ തട്ടുകട കാണുന്ന ചെറിയ കുട്ടി ദോശയും ഇഡ്ഡലിയൊക്കെ തന്നെ ആ മാവ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. വളരെ പൂ പോലത്തുള്ള ഇഡ്ഡലിയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി മുതൽ നിങ്ങൾ ഇതുപോലൊന്ന് ദോശമാവ് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.